കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ട്രാജഡിയെക്കുറിച്ചും ട്രാജഡിയുടെ പ്രധാന ഘടകങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു. ഇന്ന് കഥാർസിസ് എന്താണ്, അതിന് നൽകിയിരിക്കുന്ന വിവിധ വ്യാഖ്യാനങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. അരിസ്റ്റോട്ടിൽ ഉപദേശിച്ച ഈ കഥാർസിസിൻ്റെ ലക്ഷ്യം തന്നെ ആത്യന്തികമായി മനുഷ്യ മനസ്സിൻ്റെ സമീകരണം, സന്തുലനാവസ്ഥയാണ്. വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ കഥാർസിസിന് ഉണ്ടായിട്ടുണ്ട്. വൈദ്യശാസ്ത്രപരം, മതപരം, ധാർമ്മികം, ട്രാജഡിയുടെ വൈകാരിക ഫലം എന്നിങ്ങനെ പല വിധത്തിൽ വ്യാഖ്യാനങ്ങൾ കഥാർസിസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. കഥാർസിസ് എന്ന ഈ ഗ്രീക്ക് പദത്തിന് കേവലം വിശുദ്ധീകരണം എന്ന അർത്ഥമല്ല കൊടുക്കേണ്ടത്. വികാരങ്ങളെ വെറുതെ പുറന്തള്ളുകയോ അല്ലെങ്കിൽ അവയുടെ ഗുണത്തിൽ മാറ്റം വരുത്തുകയോ ചെയ്യുന്നതല്ല കഥാർസിസ്. വിരേചനം കൊണ്ട് മാറിക്കിട്ടുന്നത് വികാരങ്ങളോടുള്ള ആത്മാവിൻ്റെ ബന്ധമാണ്. അങ്ങനെ ആത്മാവിൽ സംഘർഷം കുറഞ്ഞ് ഹൃദയഭാവങ്ങൾ സന്തുലിതമായി തീരുന്നു. അങ്ങനെ പ്രേക്ഷകൻ ഒരുതരം അനുഭൂതിയിൽ ചെന്നെത്തുന്നു. ഈ ആത്മസംതൃപ്തിയാണ് കഥാർസിസ്. മുഖ്യനായകൻ്റെ ദുരന്തത്തിനാസ്പദമായ സ്വഭാവ ദൗർബല്യവുമായി, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഹമിർഷ്യ. അതായത് മുഖ്യ കഥാനായകൻ്റെ ദുരന്തത്തിന് കാരണമാകുന്നത് എന്താണോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, കഥാനായകൻ അല്ലെങ്കിൽ നായകൻ, ട്രാജഡിയിലെ നായകൻ എന്ന് പറയുന്നത് പൂർണ്ണതയുള്ളവനല്ല, ഏതെങ്കിലും ഒരു ദൗർബല്യം ഉണ്ടായിരിക്കും. ആ ദൗർബല്യമാണ് അവനെ ദുരന്തത്തിലേക്ക് എത്തിക്കുന്നത്. ആ ദുരന്തത്തിന് ആസ്പദമായിട്ടുള്ള ആ സ്വഭാവ ദൗർബല്യമാണ് ഹമിർഷ്യ. വൈദ്യശാസ്ത്രത്തെയും നീതിശാസ്ത്രത്തെയും അടിസ്ഥാനമാക്കി ചില വ്യാഖ്യാനങ്ങൾ കഥാർസിസിന് നടന്നിട്ടുണ്ട്. പൊയറ്റിക്സിൻ്റെ വ്യാഖ്യാതാവിൻ്റെ പേരാണ് ബുച്ചർ. അദ്ദേഹം കഥാർസിസിന് വൈദ്യശാസ്ത്രപരമായ വിരേചനം എന്ന അർത്ഥമാണ് നൽകുന്നത്. വികാരവിരേചനത്തിൽ, അതായത് വികാരങ്ങളുടെ വിരേചനം, അതിൻ്റെ വിശുദ്ധീകരണം, അതിൽ ഒരുതരം ഔഷധ ചികിത്സയോട് മിൽട്ടൺ സാദൃശ്യപ്പെടുത്തുന്നുണ്ട്. ബുച്ചർ എന്നാൽ ഇതിനെ മറ്റൊരർത്ഥത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പം ബുച്ചർ പറയുന്നത്, ഇത് വേദനാജനകവും ഉപദ്രവകാരിയുമായ അംശത്തെ ശരീരത്തിൽ ദൂരീകരിക്കുക എന്നതാണ് വൈദ്യശാസ്ത്രപരമായി അതിൻ്റെ അർത്ഥം. അതായത് നമുക്ക് ഏതെങ്കിലും ആഹാരമോ മറ്റെന്തെങ്കിലും നമ്മുടെ ശരീരത്തിന് പിടിക്കാത്തത് കഴിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു വൈദ്യൻ്റെ അടുത്ത്, ആയുർവേദ വൈദ്യൻ്റെ അടുത്ത് നമ്മൾ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം എന്താ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാലും ആദ്യം നമ്മളോട് ആവശ്യപ്പെടുന്നത് വയറ് ശുദ്ധീകരിക്കാനാണ്, വയറിളക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ആ വയറിൻ്റെ ശുദ്ധീകരണം അത് ഔഷധ ചികിത്സയോട് ബന്ധപ്പെട്ടതല്ലേ. അങ്ങനെ വേദനാജനകവും ഉപദ്രവകാരിയുമായ നമ്മുടെ വയറിനുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ കടന്നുകൂടിയിട്ടുള്ള അംശത്തെ ദൂരീകരിക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നതാണ് വൈദ്യശാസ്ത്രപരമായി കഥാർസിസ് എന്ന വാക്കിന് അർത്ഥം നൽകിയിരിക്കുന്നത്. യഥാർത്ഥ ജീവിതത്തിലെ ഭയകരുണങ്ങളിൽ ഹിതകരമല്ലാത്ത പ്രതികൂലാംശങ്ങളുണ്ട്. നമ്മുടെ യാഥാർത്ഥ്യമായ നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ കടന്നുകൂടുന്ന പല വികാരങ്ങളുണ്ട്. ഭയം നമ്മുടെ ശരീരത്തിന് ദോഷം കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ കരുണങ്ങളിൽ ഇതിലേതെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത, ഹിതകരമല്ലാത്ത പ്രതികൂല അംശങ്ങൾ കടന്നു വരാറുണ്ട്. എന്നാൽ ദുരന്ത നാടക ദർശന വേളയിൽ ഈ വികാരങ്ങൾ ഉത്തേജകമാകുന്നതിനോടൊപ്പം അതിൽ നിന്നും വേദനാജനകമായ അംശത്തെ നീങ്ങിക്കിട്ടുന്നതോടെ പ്രേക്ഷകർക്ക് ആനന്ദകരമായ ഹൃദയശാന്തി അനുഭവപ്പെടുന്നു. അതായത് ട്രാജിക് നാടകങ്ങൾ നമ്മൾ കാണുന്ന സമയത്ത്, ദുരന്ത നാടകങ്ങൾ കാണുന്ന സമയത്ത് ഇത്തരം വികാരങ്ങൾ, ഭയമാകട്ടെ കരുണയാവട്ടെ, ഇത്തരം വികാരങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലുള്ളത് തന്നെയാണ്. ഈ വികാരങ്ങൾ ഇതൊന്നും നമ്മൾ ഒരു നാടകം കാണുന്ന വേളയിൽ നമുക്കുണ്ടാകുന്നതല്ല. നമ്മുടെ ഉള്ളിൽ അടങ്ങിക്കിടക്കുന്ന ഈ വികാരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ദുരന്ത നാടകങ്ങൾ കാണുമ്പോൾ അത് ഉദ്ദീപ്തമാക്കപ്പെടും, ഉത്തേജനമാകും. അതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യും, ആ വേദനാജനകമായ അംശത്തെ ചിലപ്പോൾ നമുക്ക് സങ്കടം വരുന്ന സമയത്ത് നമ്മളത് കരഞ്ഞു തീർക്കും. അങ്ങനെ നമ്മുടെ ശരീരം അല്ലെങ്കിൽ മനസ്സ് ഒരു സന്തുലിതമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അതാണ് പറഞ്ഞത്, അതിൽ നിന്നും വേദനാജനകമായ അംശത്തെ നീങ്ങിക്കിട്ടുന്നതോടുകൂടി പ്രേക്ഷകരിൽ എന്തായി, ഒരുതരം സന്തോഷവും സമാധാനവും ആനന്ദവും, അങ്ങനെ ഒരു ഹൃദയശാന്തി അനുഭവപ്പെടുന്നു. വികാരങ്ങളെ യുക്തി കൊണ്ട് അടിച്ചമർത്തണം എന്നായിരുന്നു പ്ലേറ്റോ പറഞ്ഞത്, അല്ലേ? പ്ലേറ്റോ പറഞ്ഞത് എന്തായിരുന്നു? വികാരങ്ങളെ ഒരിക്കലും നമ്മൾ പുറത്തേക്ക് ഒഴുക്കുകയല്ല വേണ്ടത്, അതിനെ നമ്മൾ നിയന്ത്രിച്ചു നിർത്തുകയാണ് വേണ്ടതെന്നാണ്. പക്ഷേ ഈ അഭിപ്രായത്തെ ആരംഗീകരിക്കുന്നില്ല? അരിസ്റ്റോട്ടിൽ അംഗീകരിക്കുന്നില്ല. വികാരങ്ങളെ ബോധപൂർവം ശമിപ്പിക്കുകയോ ബന്ധിക്കുകയോ ചെയ്യുന്നതിനോടൊന്നും അദ്ദേഹത്തിന് എപ്പോഴും എതിർപ്പായിരുന്നു. വികാരങ്ങളെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒഴുക്കി പോകേണ്ട. അപ്പോൾ ദേഷ്യം വന്നാലോ, സങ്കടം വന്നാലോ, അല്ലെങ്കിൽ മറ്റൊരാളോടൊരു സഹതാപം വന്നാലോ, സന്തോഷം വന്നാലോ നമ്മൾ പ്രകടിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ ഇത്തരം വികാരങ്ങളെ നമ്മൾ ശമിപ്പിക്കുകയോ ബോധപൂർവം നമ്മളത് ഒഴുക്കി വിടാതെ, പ്രകടിപ്പിക്കാതെ ബന്ധിക്കുകയോ അല്ല ചെയ്യേണ്ടത്. അതിനോടെല്ലാം അരിസ്റ്റോട്ടിൽ എതിർപ്പായിരുന്നു. ആധുനിക മനഃശാസ്ത്രവും അരിസ്റ്റോട്ടലിൻ്റെ ഈ അഭിപ്രായം ശരിവെക്കുന്നുണ്ട്. ശരിയായ കാരണങ്ങളെ അടിസ്ഥാനമാക്കി തികച്ചും
ദോഷരഹിതമായിട്ട് നിർദോഷമായിട്ട് വികാരങ്ങളെ അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് മനസ്സിന് ആരോഗ്യകരമായ സമനില കൈവരുന്നത്. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ വിഷമങ്ങളെ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ചില പ്രതികൂല വികാരങ്ങളെ നമ്മൾ ഉള്ളിൽ അടക്കി വെക്കുന്നത് നമ്മുടെ ശരീരത്തിൽ വിഷമായും പിന്നീട് അത് ശാരീരിക പ്രയാസങ്ങളായി മാറാറുണ്ട്. ഇങ്ങനെ അത്തരം ഹേതുക്കളെ അടിസ്ഥാനമാക്കിയിട്ട് ഇത്തരം നിർദോഷമായ വികാരങ്ങളെ നമ്മൾ അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് മനസ്സിന് ആരോഗ്യകരമായ സമനില കൈവരുന്നത്. ഇനിയും ദുരന്ത നാടകം പ്രേക്ഷകർ സൃഷ്ടിക്കുന്ന വികാരങ്ങൾ അവൻ്റെ നിത്യജീവിതത്തിൽ നിന്നും ജന്മം കൊണ്ട് അവനിൽ അമർന്നു കിടക്കുന്ന ഭയകരുണങ്ങളെ വിരേചനം ചെയ്ത് അയാൾക്ക് ശാന്തിയും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. അതാണ് ദുരന്ത നാടകം കൊണ്ടുണ്ടാകുന്ന പ്രയോജനം. എല്ലാ വികാരങ്ങളും അതിൻ്റെ ശുദ്ധ അവസ്ഥയിൽ ആഹ്ലാദകാരിയാണ് എന്ന ഹെഗലിൻ്റെ സിദ്ധാന്തത്തോട് ബുച്ചറിൻ്റെ സിദ്ധാന്തത്തിനുള്ള സാദൃശ്യം ഇവിടെ സ്പഷ്ടമാണ്. ഇനി ഭരതമുനിയുടെ രസസിദ്ധാന്തത്തെപ്പറ്റി അഭിനവഗുപ്തനും മറ്റും പറഞ്ഞിട്ടുള്ള ആശയത്തോട് ബുച്ചറിൻ്റെ സിദ്ധാന്തത്തിന് അടുത്ത ബന്ധമുണ്ട്. കഥാർസിസിന് മതപരമായ ചടങ്ങുമായി ബന്ധപ്പെടുത്തി അർത്ഥം കൽപ്പിക്കാൻ ചില വ്യാഖ്യാതാക്കൾ മുതിർന്നിട്ടുണ്ട്. നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞു, ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇതിന് മതപരമായിട്ടും ധാർമ്മികമായിട്ടും വൈദ്യശാസ്ത്രപരമായിട്ടും വിവിധ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കഥാർസിസിന് നൽകാൻ പല വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മതപരമായ ചടങ്ങുമായി ബന്ധപ്പെടുത്തി അർത്ഥം കൽപ്പിക്കാൻ ചില വ്യാഖ്യാതാക്കൾ മുതിർന്നിട്ടുണ്ട്. അതായത് മനസ്സിൽ അസ്വസ്ഥത ജനിപ്പിക്കുന്ന ഒരുതരം സംഗീതത്തിൻ്റെയോ താളത്തിൻ്റെയോ സഹായത്തോടെ നടത്തി വരുന്ന അനുഷ്ഠാന വിശേഷങ്ങളാണ് അരിസ്റ്റോട്ടലിനെ വിരേചന സിദ്ധാന്തത്തിലേക്ക് നയിച്ചതെന്ന് ചിലർ പറയുന്നു. അതായത് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ കുത്തിയോട്ടപ്പാട്ടൊക്കെ നടത്താറുണ്ട്. കുത്തിയോട്ട ചുവട് നടത്തുന്ന സമയത്ത് കുത്തിയോട്ടം കളിച്ചുകൊണ്ടിരിക്കുന്ന ചില കുട്ടികളൊക്കെ ആ പാട്ടിൻ്റെ താളവും അതിലേക്കുള്ള ആ ഒരു ലയനവും അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവരൊരു തരം തുള്ളൽ പോലെ, അതായത് തുള്ളി ബോധം കെട്ടി വീഴുന്ന ഒരവസ്ഥയിലേക്ക്, അതൊരു തരം വിരേചനമാണ്. അവരുടെ ഉള്ളിൽ അമങ്ങിക്കിടന്നിരുന്ന ചില വികാരങ്ങളെ ആ സംഗീതത്തിൻ്റെ താളാത്മകമായ ആ ഒരു താളങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഭാവം അവരിലേക്ക് ആ ഭാവത്തിലേക്ക് അവർ ലയിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ശാന്തത, അതാണ് അതിൽ അവർ ഉത്തേജിക്കപ്പെടുകയാണ്. അതാണ് അവർ തുള്ളുന്നത്. തുള്ളിക്കഴിഞ്ഞിട്ട് അവർ മനഃശാന്തിയിലേക്ക്, ഒരു സ്വസ്ഥമായ അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. അത്തരം അനുഷ്ഠാന വിശേഷങ്ങളാണ് അരിസ്റ്റോട്ടലിനെ വിരേചന സിദ്ധാന്തത്തിലേക്ക് നയിച്ചതെന്ന് ചിലർ പറയുന്നുണ്ട്. ഇനിയും ട്രാജഡിയിലെ കഥാർസിസിനെ സംബന്ധിച്ച് സംഗീതത്തിലൂടെ സാധ്യമാകുന്ന കഥാർസിസുമായി ഏതാണ്ട് സാമ്യമുണ്ട് എന്നല്ലാതെ രണ്ടും ഒന്നാണെന്ന് പറയുന്നത് യുക്തിസഹമല്ല. കഥാർസിസിന് വൈദ്യശാസ്ത്രത്തോടും അനുഷ്ഠാനപരമായ ചടങ്ങിനോടും ബന്ധപ്പെടുത്തിയുള്ള വ്യാഖ്യാനത്തെ നിരാകരിച്ചുകൊണ്ട് നിക്കോമാഖ്യൻ എന്ന ചിന്തകൻ കഥാർസിസിന്റെ ഫലം വികാരപരമായ തുലനാവസ്ഥയാണ് എന്ന് അഭിപ്രായപ്പെടുന്നു. ഇനിയും എഫ്.എൽ. ലൂക്കോസ്, ട്രാജഡി എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിന്റെ കർത്താവാണ് എഫ്.എൽ. ലൂക്കോസ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം നോക്കിയാൽ ആധുനിക കലാചിന്തകർ തികഞ്ഞ ആദരവോടെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം സ്വീകരിച്ചിട്ടുള്ളത്. കഥാർസിസ് ഒരു മെഡിക്കൽ ടേം ആണെന്ന് സമ്മതിക്കുന്നുണ്ട് അദ്ദേഹം. കഥാർസിസ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ടേം ആണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അത് അപ്പോൾ തന്നെ നാടകവേദി ഒരു ആശുപത്രി അല്ല എന്നും അദ്ദേഹം പ്രസ്താവിക്കുന്നുണ്ട്. വികാര വിരേചനത്തിന് വേണ്ടി ആളുകൾ നാടകം കാണാൻ പോകുന്നു എന്ന ആശയത്തെ അദ്ദേഹം പരിഹസിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞത് വികാര വിരേചനമാണ് കഥാർസിസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു പ്രസ്താവനയെ എഫ്.എൽ. ലൂക്കോസ് പൂർണ്ണമായും നിരാകരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് അങ്ങനെ നമ്മുടെ വികാരത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ആണ് ആളുകൾ നാടകം കാണാൻ പോകുന്നതെന്ന് പറയാൻ പറ്റുമോ? അത് ശുദ്ധ മണ്ടത്തരമാണ് എന്ന് അദ്ദേഹം പരിഹസിക്കുകയാണ്. ട്രാജിക് പ്ലഷർ, അതായത് ദുരന്ത അനുഭൂതി, ദുരന്ത നാടകം കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു ആനന്ദം, ആ പദത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ആനന്ദം തന്നെയാണ് ട്രാജഡിയുടെ പരമലക്ഷ്യമെന്ന് എഫ്.എൽ. ലൂക്കോസ് പറഞ്ഞു വെക്കുകയാണ് ഇവിടെ. അതായത് അദ്ദേഹം പറയുന്നത് ആൾക്കാർ എന്തായാലും കാണാൻ പോകുന്നത് ഒരിക്കലും തൻ്റെ ഉള്ളിൽ കിടക്കുന്ന വികാര വിരേചനത്തിന് വേണ്ടിയിട്ടല്ല, തൻ്റെ വികാരങ്ങളെ പുറന്തള്ളിയിട്ട് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു ആനന്ദത്തിന് വേണ്ടി തന്നെയാണ് ട്രാജഡി കാണാൻ വേണ്ടിയിട്ട് പോകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ബിയോണ്ട് ദ ട്രാജിക് വിഷൻ എന്ന പുസ്തകം എഴുതിയ ആളാണ് മോഴ്സ് പെക്കാം. അദ്ദേഹം കഥാർസിസിന് മറ്റൊരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ദുരന്ത നാടകം പ്രേക്ഷകന് നൽകുന്ന പ്രയോജനത്തിലേക്കാണ് അത് വെളിച്ചം വീശുന്നത്. അദ്ദേഹം പറയുന്നത് ജീവിതത്തിൽ ഒരു ഈഡിപ്പസിന്റെ കഥ നമുക്കറിയാം. ഈഡിപ്പസിനും ലിയർ രാജാവിനും ദുരന്തം സംഭവിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്കും സംഭവിച്ചുകൂടാ എന്ന ചിന്ത പ്രേക്ഷകന്റെ വികാരപരമായ സംഘർഷത്തിന് അയവ് വരുത്തുന്നു.
അതായത് നമ്മളൊരു നാടകം കാണുമ്പോൾ അതിലെ ചില കഥാനായകന്മാർ, കഥാപാത്രങ്ങൾക്ക് നമ്മൾ സങ്കല്പിക്കുന്നതിനും അപ്പുറത്തുള്ള ഒരു വൈകാരികതയിലേക്ക് കടക്കുക, അല്ലെങ്കിൽ അവർ മറ്റൊരു കഥാപാത്രം ചെയ്യുന്ന പ്രവൃത്തി മറ്റൊന്ന് ദുരന്തത്തിലേക്ക് അവസാനിക്കുക. അങ്ങനെ ആ നാടകം കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രയോജനം എന്ന് പറയുമ്പോൾ നമ്മൾ പറയല്ലേ, ഇന്ന ആൾക്കത് സംഭവിക്കാമെങ്കിൽ അവരെത്രയോ മഹാന്മാരാണ്, അല്ലെങ്കിൽ അവർക്ക് എത്രയോ അറിയാവുന്നവരാണ്, അവർക്ക് അങ്ങനെ സംഭവിക്കാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സംഭവിച്ചുകൂടാ എന്ന് നമ്മൾ ആശ്വസിക്കാറില്ലേ? പല സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ ഇന്നാർക്കും ഇന്നത് സംഭവിച്ചു, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ വരാം എന്ന് നമ്മൾ മനസ്സിന് ശാന്തി കൊടുക്കുവാൻ നമ്മൾ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കണ്ടെത്താറുണ്ട്. അതാണ് ഇവിടെ മോഴ്സ് പെക്കാമൻ പറയുന്നത്. ഒരു ഇഡിപ്പസ് രാജാവിനും ഒരു ലിയർ രാജാവിനും ഒക്കെ ദുരന്തം സംഭവിക്കാമെങ്കിൽ പിന്നെ സാധാരണക്കാരായ നമുക്കും ഇതെന്തുകൊണ്ട് സംഭവിച്ചുകൂടാ എന്ന ചിന്ത പ്രേക്ഷകരിൽ എന്തു ചെയ്യും? വൈകാരികമായ സംഘർഷത്തിന് അയവ് വരുത്തും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ വിവിധങ്ങളായ വ്യാഖ്യാനങ്ങളാണ് കഥാർസിസിന് നൽകുന്നത്. ഈ ട്രാജഡിയുടെ വൈകാരിക ഫലം എന്ന നിലയിലും കഥാർസിസിന് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ഇതിലെ ജെറാൾഡ് എൽസ് ഇതിൻ്റെ ഒരു വാദം അവതരിപ്പിക്കുന്നുണ്ട്. അതായത് നാടകപാത്രം അനുഷ്ഠിക്കുന്ന ക്രിയകൾ സംവിധാനം ചെയ്തതിൽ നാടകകൃത്ത് പാലിക്കേണ്ട ഒരു തത്വമോ ആ തത്വത്തിൻ്റെ പരിപാലനം കൊണ്ട് ക്രിയകൾക്കും സംഭവങ്ങൾക്കും ഉണ്ടാകുന്ന പരിണാമവും ആണ് കഥാർസിസ്. നീചകൃത്യങ്ങൾ ചെയ്തവനാണ് ദുരന്ത നായകനെങ്കിലും അയാൾ പ്രേക്ഷകന്റെ സഹാനുഭൂതിയും ആദരവും നേടുന്നു. അതിനെ നമ്മൾ എന്തായിട്ട് പറയുന്നുണ്ട്? നമ്മളല്ല, ജെറാൾഡ് എൽസ്. ഇതിനെ ജെറാൾഡ് എൽസ് എന്ന് പറയുന്നു, കഥാർസിസ് എന്ന വാക്ക് പ്രയോഗിക്കുന്നു. കാവ്യകല വൈകാരിക വിക്ഷോഭത്തിൽ നിന്നും പ്രേക്ഷകനെ കരകയറ്റുകയാണ് ചെയ്യുന്നത്. നാടക ആസ്വാദനത്തിൽ മുഴുകുന്ന പ്രേക്ഷകന്റെ ഉള്ളിൽ ഉണർത്തപ്പെടുന്ന വികാരങ്ങൾ ഉചിതമായ രീതിയിൽ മാനസിക സന്തുലിതത്തിന് ഉതകുന്ന വിധത്തിൽ പരിണാമ വിധേയമാകുന്നു. ഇനി ഹാമർഷ്യ എന്ന പദം കൊണ്ട് അരിസ്റ്റോട്ടിൽ എന്താണ് അർത്ഥമാക്കുന്നത് നോക്കാം. മുഖ്യ കഥാനായകൻ്റെ ദുരന്തത്തിന് ആസ്പദമായ പഴുതിനെയാണ് അരിസ്റ്റോട്ടിൽ ഹാമർഷ്യ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. കഥാനായകൻ പൂർണ്ണതയുള്ളവനായിരിക്കില്ല എന്ന് നമ്മൾ നേരത്തെ തന്നെ പ്രധാന ഘടകങ്ങളിലൊന്നായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ദൗർബല്യം കഥാനായകനുണ്ടാവും. അതായിരിക്കും അദ്ദേഹത്തെ ദുരന്തത്തിലേക്ക് നയിക്കുന്നത്. ആ ദൗർബല്യത്തെ അല്ലെങ്കിൽ ആ ഒരു പഴുതിനെയാണ് അരിസ്റ്റോട്ടിൽ ഹാമർഷ്യ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ഹംഫ്രി ഹൗസിനെ പോലുള്ള നിരൂപകർ പറയുന്നത് അജ്ഞത കൊണ്ടുണ്ടാകുന്ന ഏതെങ്കിലും തെറ്റ് എന്ന വ്യാഖ്യാനമാണ് ഹാമർഷ്യയ്ക്ക് നൽകുന്നത്. ദുരന്ത നാടകത്തിലെ നായകന്മാർ ബോധപൂർവം ദുഷ്കൃത്യമൊന്നും ചെയ്യുന്നില്ല. അവരുടെ സ്വഭാവത്തിലെ ദൗർബല്യം, ആ ദൗർബല്യത്തിന് അടിമപ്പെട്ടോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ അവർ ദുരന്തത്തിൽ എത്തിച്ചേരുന്നു. അതുകൊണ്ട് തന്നെ വലിയ കുറ്റപ്പെടുത്തലും നിന്ദയും ഒന്നുമില്ലാതെ പ്രേക്ഷകരിൽ നിന്നും ആഴമേറിയ സഹാനുഭൂതിയാണ് ദുരന്ത നായകൻ ആവശ്യപ്പെടുന്നത്. ഈ ഹാമർഷ്യ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം തന്നെ ലക്ഷ്യം തെറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞു ദുരന്തത്തിന് ആസ്പദമായ പഴുത്, അതൊരു പക്ഷേ യാഥാർത്ഥ്യത്തെ പറ്റിയുള്ള കഥാപാത്രത്തിൻ്റെ അറിവില്ലായ്മയാവാം, അല്ലെങ്കിൽ അക്ഷമ കൊണ്ട് അങ്ങനെ ഉണ്ടാകുന്ന തെറ്റ്, ആ ലക്ഷ്യം തെറ്റലാണ് ഇവിടെ ഹാമർഷ്യ എന്ന് അർത്ഥമാക്കുന്നത്. തത്വചിന്താപരമായ ഈ അന്തർമണ്ഡലം ആവിഷ്കരിക്കാനാണ് അരിസ്റ്റോട്ടിൽ ഹാമർഷ്യ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. അരിസ്റ്റോട്ടലിൻ്റെ കാവ്യചിന്തകൾ എന്ന അധ്യായം ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. അടുത്ത പാഠവും ചർച്ചയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.